നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1073rd day. Today 22nd sloka of Pradhamaskandam 14th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1073 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ വൃതാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈത ദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദതമാറ്റണം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 22ാമത്തെ ശ്ലോകം. മന്യഹേ ധീർമഹോൽപാദേ നൂനം ഭഗവതപദേ അനന്യപുരുഷ ശ്രീഭിർ ൂഹദസൗഭഗ. ഓം തത്സത്. മന്യഹേതേർമഹോൽപാദേ നൂനം ഭഗവതപദേ അനന്യപുരുഷ ശ്രീഭിർഹീനാഭൂഹദസൗഭഗ. ഓം തത്സത്. പദമിരിക്കേണ്ടത് മന്യ ഏതേ മഹോൽപാദേ നൂനം ഭഗവത പദേ അനന്യ പുരുഷ ശ്രീഭി ഭൂ ഹദ സൗഭഗ. ഹദസൗഭഗ ഇത് ഒരുമിച്ച് സൗന്ദര്യമില്ലാത്തതായിട്ട്. അതായത് ഏതേ മഹോൽപാദേ ഈ വമ്പിച്ച ദോഷലക്ഷണങ്ങൾ ദുർലക്ഷണങ്ങൾ അനന്യപുരുഷ ശ്രീ അന്യപുരുഷന്മാർക്കില്ലാത്ത ശോഭയോടുകൂടിയ ഭഗവാന്റെ പദങ്ങളോട് ഹീന വേർതിരിഞ്ഞതും ഹദസൗഭഗ സൗന്ദര്യമില്ലാത്തതുമായി ഭൂമി നൂനം നിശ്ചയം മന്യേ ഞാൻ വിചാരിക്കുന്നു. അതായത് ധർമ്മപുത്രർ പറയുകയാണ്, ഇത്രയും കഠിനമായ ദുർലക്ഷണങ്ങൾ ഞാൻ കാണുന്നത് മറ്റുള്ളവർക്കില്ലാത്ത വജ്രം, അങ്കുശം, പത്മം ഇങ്ങനെയുള്ള രേഖകളാൽ അലങ്കരിക്കപ്പെട്ട ഭഗവാന്റെ പാദപത്മങ്ങൾ ഈ ഭൂമിയിൽ തട്ടാത്തത് കൊണ്ട് ഭൂമിക്കുള്ള ശോഭ പോയതുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഊഹിക്കുന്നു. എനിക്ക് ഭഗവാൻ ഭൂമിയെ ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു. തൻ്റെ ഉള്ളിൽ ഇത്രയും ദുർലക്ഷണങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്തോ ഒരു ഭയങ്കരമായ വിപത്ത് നടന്നിരിക്കണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാരം കഴിഞ്ഞിരിക്കും. ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിപ്പോയിരിക്കുമോ? ഈ ഭൂമിയിൽ ഭഗവാന്റെ പാദങ്ങൾ തട്ടാത്തായി ഭൂമിയിൽ നിന്ന് ഭഗവാന്റെ പാദങ്ങൾ പോയി കാണുമോ? വേർമിരിച്ച് കാണുമോ? അതുകൊണ്ടാണോ ഭൂമി ഇത്രയും സൗന്ദര്യമില്ലാത്തതായിട്ടും ഇത്രയും ദുർലക്ഷണങ്ങളോട് കൂടിയിട്ടും കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു എന്ന് തൻ്റെ സഹോദരനോട് പറയുകയാണ്. അത്രയ്ക്കും കഠിനമായ ദുർലക്ഷണങ്ങൾ കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളിലായിട്ട് തൻ്റെ ചുറ്റും താൻ കാണുന്ന ദുർനിമിത്തങ്ങളും മറ്റും ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നിമിത്തങ്ങളെല്ലാം ഭഗവാൻ ഭൂമിയിൽ നിന്നും ഭഗവാന്റെ കാലുകൾ ഭൂമിയിൽ നിന്നും പോയി കാണുന്നു. ഭൂമിയിൽ ഭഗവാന്റെ കാൽസ്പർശം ഇതും പ്രത്യേകമായിട്ട് പറയുകയാണ്. വജ്രം, അങ്കുശം എന്നിങ്ങനെയൊക്കെയുള്ള ആ പാദങ്ങൾ ഇല്ലാതായോ എന്ന് എനിക്ക് സംശയം തോന്നുന്നു എന്ന് പറയുകയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. മന്യ ഏതേർ മഹോൽപാദേ നൂനം ഭഗവതപദേ. ഓം ശ്രീകൃഷ്ണായ നമഃ. മന്യ ഏതേർ മഹോൽപാദേ നൂനം ഭഗവതപദേ അനന്യപുരുഷ ശ്രീഭിർഹീനാഭൂഹദസൗഭഗ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട്
ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.